നമസ്കാരം, എല്ലാവർക്കും കുരുട്ടുമാക്കാനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കുരുട്ടുമാക്കാനിൽ വളരെ എളുപ്പത്തിൽ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. കുരുട്ടുമാക്കാൻ സ്പെഷ്യൽ മുട്ടക്കറിക്ക് വേണ്ടിയുള്ള ആവശ്യ സാധനങ്ങൾ: മുട്ട, സവോള, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, മല്ലിയില, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പെരിഞ്ജീരപ്പൊടി, വെള്ളം, എണ്ണ, തേങ്ങാപ്പാൽ. ഇനി കുരുട്ടുമാക്കാൻ സ്പെഷ്യൽ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു തവയിൽ 6 മുട്ട 2 കപ്പ് വെള്ളത്തിൽ 1 സ്പൂൺ ഉപ്പും ചേർത്ത് പുഴുങ്ങിയിടുക. മറ്റൊരു തവയിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുക. കടുകിൻ്റെ പൊട്ടിത്തെറിയും ബഹളമൊക്കെ കഴിയുമ്പോഴത്തേനും അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിത്തീരുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളി ഷ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ഇഞ്ചിയും ഷ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടാലും മതി. നമ്മൾ പേസ്റ്റ് ഇടാൻ പാടില്ല. പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് അത്ര ടേസ്റ്റ് വരില്ല. എന്നിട്ടൊന്ന് വഴറ്റിയ ശേഷം 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. കൂടുതൽ എരിവ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ 2 ഇടത്തരം സവോള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതിനെ ഒന്ന് വരട്ടിയെടുക്കണം. അതിൻ്റെ എല്ലാ സ്പൈസും അതിലേക്ക് ഒന്ന് ചേരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് വരട്ടിയ ശേഷം അടച്ച് വെക്കുക. അതിൻ്റെ ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറുമ്പോഴത്തേനും അതിലേക്ക് ഒരു ഇടത്തരം തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒന്ന് വരട്ടിയ ശേഷം അതൊന്ന് അടച്ചു വെക്കുക. ഒരു ബ്രൗൺ നിറമൊക്കെ ആകുമ്പോൾ അതിനെ ഒന്നും കൂടെ ഒന്ന് വരട്ടി എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് വരട്ടിയ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ പൊടി എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആകണം. അതുപോലെ അതിനെ ഒന്ന് വരട്ടിയെടുക്കുക. നന്നായിട്ടൊന്ന് വരട്ടിയ ശേഷം നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് വരട്ടിയ ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. പച്ചമണം മാറിയില്ലെങ്കിൽ കറിക്ക് വേറൊരു വ്യത്യാസം ഉണ്ടാവും. വേറെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഒന്ന് തുറന്നതിന് ശേഷം അപ്പം നമുക്ക് ആ ഒരു സ്പൈസിൻ്റെ മണമൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറേശ്ശെ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പം കുറേശ്ശെ ഒഴിച്ച് എന്നിട്ട് അതിൻ്റെ ഒരു തിക്നെസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം 1/2 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഓപ്ഷനിലാണ്. വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ തിളപ്പിച്ച് മുട്ടയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാൽ പൊടിപ്പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതല്ല. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതാണെങ്കിൽ സിമ്മിൽ വിട്ടിട്ട് വേണം ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് നന്നായിട്ട് തിളയൊക്കെ വരുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കൂടെ 3 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് തിളച്ച ശേഷം മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട കറിയിലേക്ക് ഇട്ട ശേഷം കുറച്ച് പച്ച എണ്ണ അതിൻ്റെ മുകളിലേക്ക് തൂവി കൊടുക്കാം. ഏത് എണ്ണയാണോ കടുക് വറക്കാൻ ഉപയോഗിച്ചാൽ ആ എണ്ണ തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് കറി കുറേശ്ശെ ആ മുട്ടയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടയ്ക്ക് ആ കറിയുടെ ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മുട്ട വേവിച്ചെടുക്കാം. കുട്ടുമാക്കാൻ സ്പെഷ്യൽ മുട്ടക്കറി റെഡിയായി. കുട്ടുമാക്കാൻ സ്പെഷ്യൽ മുട്ടക്കറി അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്.
എൻ്റെ കുട്ടുമാക്കാൻ്റെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കനും നിൽക്കണേ. കൂടാതെ വീഡിയോ ഇഷ്ടമായ നല്ല കമൻറ്റും ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.